ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണല്ലേ? അതെ, നമുക്കായിട്ടൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങോട്ടാണ്? നിങ്ങൾ കണ്ടു മറന്ന ഒരു വഴിയാണ് കേട്ടോ. നിങ്ങൾ കണ്ടു മറന്ന ഇടം നമ്മുടെ കുറേ കാലമായി നമ്മള് കുറെ കാലമല്ല, ഒരു 4 മാസമായി കാണും. 4 മാസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യമായിട്ട് ജംഗ്ഷനാണ് കേട്ടോ. ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണും നമ്മുടെ എങ്ങോട്ടാണ് പോകുന്നത്. ഇന്നങ്ങനെ സ്ഥലമൊന്നുമല്ല കേട്ടോ, സ്ഥലമൊന്നുമല്ല. ഇത് നമ്മൾ കാര്യമായിട്ട് നേരെ നമ്മള് എവിടെ പോകുന്നു വാവച്ചി? പുളിമാത്ത് പോയി. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്ക് അറിയാം. പുളിമാത്ത് അമ്പലം നടയിലെത്തി. എവിടെയാണ് ഞങ്ങളുടെ വീഡിയോ സ്ഥിരം സ്ഥലമായിരുന്നു പുളിമാത്ത് അമ്പലം അല്ലേ? എന്നും നമ്മൾക്ക് ഇതിപ്പോ കുളവും അമ്പലവും ഒക്കെ നമ്മൾ അവിടെ ഒരു ഞങ്ങളുടെ വീട്ടിലെ മിക്ക വീഡിയോയിലും കാണുമായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലോ, മേലോടുള്ള കോൺക്രീറ്റ് റോഡേ നമ്മൾ കയറി വന്നതിന് ശേഷം ഞാനാണ് താഴോട്ടിറങ്ങി പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇവർക്ക് വരാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് ഞാനാണ് പോയത്. നേരെ ഞാൻ താഴോട്ട് പോയി. താഴെയൊക്കെ പോയൊരു വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ. പെരയിടം തൊട്ടടുത്തുള്ള പെരയിടം 2ആയിട്ട് വേർതിരിച്ച് അവർ ഇത് മതിൽ പോലെയൊക്കെ മറ്റേ നെറ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്കൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ കിടക്കുന്നു. നല്ല പണി തെക്കണ, നല്ല കുടുംബശ്രീക്കാരുടെ പണി. അതെ, തൊഴിലുറപ്പുകാരുടെ. വഴിയൊക്കെ നല്ല വൃത്തിയാക്കിയിരിക്കുന്നു. വഴിയൊക്കെ കൊള്ള അടിപൊളി വഴി. നമ്മൾ നേരെ താഴോട്ട് പോയി കേട്ടോ. താഴോട്ട് പോയപ്പോൾ നമ്മുടെ കുഞ്ഞു കൊട്ടാരം, നമ്മുടെ പണ്ടത്തെ ബെത്ലഹേം. പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. 4 മാസമായി, 6 മാസമായി. നമ്മുടെ വീടിന്റെ അവസ്ഥ കണ്ടോ കൂട്ടുകാരെ? ആൾതാമസം ഇല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. ആ വഴിയിലൊക്കെ നെറ്റ് അടിച്ച? അതെ, നമ്മുടെ വഴിയിലെല്ലാം നെറ്റ് അടിച്ചിട്ടുണ്ട്. അത് വഴിയിലൊക്കെ ഞാൻ നെറ്റ് അടിച്ചു, അതിന്റെ അപ്പർ സൈഡ് അവര് നെറ്റ് അടിച്ചു. അതെ, ഇതിപ്പോ സത്യം പറഞ്ഞാൽ വഴിയിലോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് 2 സൈഡ് നെറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ സ്റ്റെപ്പിൽ കയറി ചുറ്റായി നോക്കിയപ്പോൾ ഭയങ്കര വനം കണക്ക് കിടക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പിഴുതു നോക്കി, പറ്റുന്നില്ല. ഇത് നിങ്ങൾക്ക് അറിയല്ലോ കൂട്ടുകാരെ, ഒരു വെയിൽ വരുമ്പോ ഇതെല്ലാം വാടി കരിഞ്ഞ് ഉണങ്ങി പോകും. പിന്നെ എന്താ പറയാ, വെറും തറയായിട്ട് കിടക്കും. ഇത് ഈ മഴ പെയ്യുമ്പോ പാറയിൽ ഈ വെള്ളം കെട്ടിക്കിടക്കണതിന്റെ ഇതിൽ ആ കാട് എങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. ഇത്തിരി മണ്ണേ ഉള്ളൂ, നമുക്ക് പിഴുത് കളയാനും പറ്റത്തില്ല. കാരണം ആ കിടക്കുന്ന ആ മണ്ണേ ഉള്ളൂ കേട്ടോ. ഒരു കാട് പിഴുത ഒരു കുട്ട മണ്ണായിരിക്കും അതിന്റെ പിറകെ പോകണത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പിഴുത് അവിടെ തന്നെ ഇട്ട് തീയിട്ട് കളയാൻ പപ്പായ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് ഒരു പപ്പായ പൊടിച്ചു, കാച്ചൊക്കെ നിൽക്കുകയാണ് പപ്പായ. അത് പിഴുത് കളയാതെ ഞാൻ നിർത്തിയിരുന്നതാണ്. നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ നേരെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ ഐസ് ബോക്സ് ഒക്കെ ഇരിപ്പുണ്ട്. നമ്മള് വെള്ളം എടുത്ത് വെച്ചിരുന്നത്. ഇവിടെ മൊത്തവും പൊടി, എലിയൊക്കെ. എലിയുടെ വീടായിരുന്നു. എലി അവിടെ തകർത്തേക്കായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് നമ്മളെ ഐസ് പെട്ടി, നമ്മളെ പാൽപ്പെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ തകർത്ത് വെച്ചിട്ടാ പോയത്. നേരെ ഹോൾ വഴി നേരെ അടുക്കള കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയ ബാത്റൂമിനകത്ത് ഒരുപാട് ചവറുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. എലി കൊണ്ടുവന്ന് മൊത്തവും ചവറുകളായിരുന്നു. ഞാൻ നേരെ ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് ലൈറ്റ് ഇടാൻ കഴിയത്തില്ല കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കറണ്ട് കട്ടായി കിടക്കുകയാണ്. ഞാൻ ബില്ല് അടച്ചിട്ടില്ല. നമ്മുടെ അവസ്ഥ കാരണം നമ്മൾ ബില്ല് ചെയ്തിട്ടില്ല. അത് എപ്പോഴാണെങ്കിലും ബില്ല് അടയ്ക്കുമ്പോഴത്തേക്ക് അവർ റീസെറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബാക്ക് ഭാഗത്തോട്ട് പോയി. ബാക്കിലെ ഡോർ തുറക്കാൻ പോയപ്പോഴത്തേക്ക് പിന്നെ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഇതൊക്കെയാണ് അടുക്കളയായിരുന്നു. അതെ, നമ്മുടെ അടുക്കള ഇതാണ്. അടുക്കള ഹാളും അടുക്കളയും. അത് കഴിഞ്ഞിട്ട് നേരെ റൂം തുറന്ന് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂം തുറന്നു. അതെ, ഒരു ഫാൻ ഉണ്ടായിരുന്നു. ഫാൻ ഊരിയെടുക്കണമല്ലോ. അങ്ങനെ റൂം തുറന്നു കേട്ടോ. റൂം തുറന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നോ, എൻ്റെ കൂട്ടുകാരെ, വലയും പൊടിയും. ഇതായിരുന്നു നമ്മുടെ റൂം കേട്ടോ കൂട്ടുകാരെ. നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ പുളിമാത്ത വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ താമസം മാറി ഇപ്പോൾ താമസിക്കുന്ന മൊട്ടക്കാവ് വീട് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്വന്തം പെരയിടമാണ്. അപ്പോൾ കൂട്ടുകാർ വിചാരിക്കും സ്വന്തം പെരയിടം ഉണ്ടായിരുന്നിട്ടാണോ ഇപ്പോൾ വാടകയ്ക്ക് പോയി കിടക്കുന്നത് എന്ന്. നിങ്ങളുടെ സ്ഥിരം കാണുന്ന കൂട്ടുകാർക്കറിയാം. അതല്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയുകയാണ്. ഈ വീട് എന്ന് പറയുന്നത് പുളിമാത്ത് പാറമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഒരു റൂമും ഒരു ചെറിയ ഹാളും അടുക്കളയും മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ വീട് ഇപ്പോൾ കൊടുക്കാട്ടൊക്കെയാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. നമ്മളത് നമ്പർ ഇതിൽ ഇടുന്നതായിരിക്കും.
ഈ 6-7 സെൻറ്റോളം ഇപ്പോഴും പുരയിടമുണ്ട്. പുരയിടം ഈ ഒരു കൊച്ചു വീട്. ഇതാണ് കേട്ടോ ഫ്രണ്ട്. ഒരു കൊച്ചു കുടുംബത്തിന് താമസിക്കാനുള്ള ഒരു വീട് തന്നെയാണത്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മളിവിടെ മാറ്റാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാനുള്ള ഒരു എനിക്ക് നാട്ടു വയ്യാതായി എടുത്തോണ്ട് വരാൻ വയ്യ. അതെ, ചുമന്നുകൊണ്ട് അവർക്ക് ചുമന്ന് കയറി പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരുപാട് ജോലിക്ക് പോയിട്ട് ഒരുപാട് താമസിച്ചായിരിക്കും ഞാൻ എത്തുന്നത്. അപ്പോഴേ എനിക്ക് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. വെള്ളം തൊട്ട് താഴെ ടാപ്പിലാണ് വരുന്നത്. എന്നാലും നമുക്ക് വെള്ളം എടുക്കാൻ ചില സമയങ്ങളിൽ വെള്ളം എടുത്ത് അകത്ത് വയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സൗകര്യം നമ്മുടെ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ക്യാഷ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ലൈൻ എടുക്കാൻ അതെ, ഒരു പൈപ്പ് ലൈൻ എടുക്കാൻ പറ്റും. എടുത്താൽ തന്നെ നമുക്കിപ്പോൾ ഒരു ടാങ്ക് എടുത്ത് ഒഴിച്ച് ടാങ്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ടാങ്ക് എടുത്ത് മേളിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഒരുപാട് പൈസയാവും. എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചിലവും കാര്യങ്ങളും. അപ്പോൾ അത്രയും ചിലവ് അപ്പോഴെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചില്ല. പിന്നെ ഇവിടെ ഉള്ളൊരു വിഷയം അക്കേഷ്യ മരമുണ്ട് ഇവിടെ. അപ്പോൾ അക്കേഷ്യ മരം എൻ്റെ വൈഫിന് ഈസ്നോഫീലിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊരു അലർജി ആണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഈ ഈസ്നോഫീലിയയുടെ ഒരു വിഷയം നിൽക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ മാറിയതാണ് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, അച്ഛനും അമ്മയും അവരുടെ കുടുംബ വസ്തു വിറ്റു. അപ്പം പിന്നെ ഞങ്ങളിവിടെ ഒറ്റയ്ക്കായി പോകും. അത്യാവശ്യത്തിന് ഓടിപ്പോകാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇപ്പൊ ബാഗിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഒഴിഞ്ഞു വന്നു കേട്ടോ. ഇപ്പൊ തണലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണലൊക്കെ നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പോയപ്പോ തന്നെ നട്ടുച്ച സമയത്തായിരുന്നു. പക്ഷെ നല്ല തണലൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങള് മാക്സിമം ഇവിടെ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ ഈ കൊന്നയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചു. കൊന്ന പെട്ടെന്ന് കയറി പിടിക്കുന്നുള്ളതുകൊണ്ട് തണലും വരും കേട്ടോ. അതിന്റെ ഇതിൽ തണലും വരും കേട്ടോ. അതെ, ഇതിപ്പോ ആൾക്കാർക്ക് ആർക്കെങ്കിലും തന്നെ നമ്മുടെ ഈ നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയക്കാർക്കോ വേണ്ടിയിട്ട്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുളിമാത്താണ് ഇവിടെ. അമ്പലത്തിന് തൊട്ട് ബാക്കിലായിട്ടാണ്, അമ്പല ഗ്രൗണ്ടിന് തൊട്ട് ബാക്കിലായിട്ടാണ് കേട്ടോ. നടവഴിയാണ് എങ്കിലും വഴിക്ക് വേണ്ടി എല്ലാം അളന്ന് എല്ലാം ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എന്തായാലും നമുക്കറിയത്തില്ല. ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളടുത്തും ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? നമ്മളും യാതൊരു ബുദ്ധിമുട്ടുമില്ല. തൊട്ടടുത്ത് മതിലിനോട് ചേർന്നിരിക്കുന്നത് അംഗൻവാടിയാണേ കൂട്ടുകാരെ. ഇതാണ് ഞങ്ങളുടെ ഗ്രാമം, കുഞ്ഞു ഗ്രാമം. അതായത് അടിപൊളിയായി. ഒരുപാട് വീട്ടിൽ നിന്ന് ഞാൻ മേളിൽ കയറി കേട്ടോ. മുകളിൽ കയറി നമ്മുടെ കോൺക്രീറ്റ് റോഡ് നിങ്ങൾക്ക് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും, നമ്മുടെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും. കോൺക്രീറ്റ് റോഡ് നേരെ വന്ന് തീരുന്നത് ഇതുപോലൊരു സ്ഥലത്താണ്. നോക്കി വന്ന് തീർന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ നെറ്റൊക്കെ അടിച്ചു കേട്ടോ, പന്നി കയറാതിരിക്കാൻ വേണ്ടി. പന്നിയുടെ നമ്മളവിടെ നിന്നപ്പോഴ് സൂര്യാസ്തമയം അടിപൊളിയായിട്ട് കാണാമായിരുന്നു. നേരെ വന്നപ്പോൾ നമ്മുടെ പഴയ റോഡ് കുലുക്കി 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 ആട്ടയിലൊക്കെ ഇങ്ങനെ കുലുക്കി കുലുക്കി ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ കുലുങ്ങി 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 ഇറങ്ങി നല്ല റോഡുണ്ട്. എന്നാലും നമ്മുടെ ഈ റോഡ് കൂടെ കാണിക്കണം. എന്ന് പറഞ്ഞാൽ നല്ല റോഡിൽ കൂടെ കയറി ഈ അഴുക്ക റോഡിൽ കൂടെ വേണം താഴെ ഇറങ്ങാൻ. ഞാൻ ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ കേട്ടോ. അതെ, മീനും എല്ലാം വരും കേട്ടോ. മീനൊക്കെ വരും കേട്ടോ. ഇവിടെ എല്ലാം മീൻ വരും. അല്ലാതെ നല്ല നല്ല വീടുകളുണ്ട് കേട്ടോ. നല്ല നമ്മളങ്ങനെ കാര്യമായിട്ട് ജംഗ്ഷനിലോട്ടുള്ള റോഡിലോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.